ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പുതിയൊരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. വലിയ രീതിയിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉണ്ട്. കാരണം സർക്കാർ സ്കൂളിലെ ലൈബ്രറികളിൽ നൽകുന്ന പുസ്തകത്തിലാണ് വലിയ രീതിയിൽ രാജ്യത്തിന്റെ സുരക്ഷയടക്കം ചോദ്യചിഹ്നമാക്കുന്ന തരത്തിലുള്ള അതിനകത്തുള്ള ചില കണ്ടന്റുകളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ജമ്മു കാശ്മീരിൽ അലയടിക്കുന്നത്. അതായത് ജമ്മു കാശ്മീരിലെ സർക്കാർ സ്കൂൾ ലൈബ്രറികളിൽ നൽകുന്ന പുസ്തകത്തിൽ ഭീകരവാദികളെയും അതോടൊപ്പം തന്നെ വിഘടനവാദി നേതാക്കളെയും മഹത്വൽക്കരിക്കുന്നതായി ഒരു പരാതിയുണ്ട്. അതായത് നമുക്കറിയാം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ 24 മണിക്കൂറും ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണമുണ്ട്. അപ്പോൾ തീവ്രവാദികളെ അടക്കം അവർ ഓരോന്നായിട്ട് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. അതോടൊപ്പം തന്നെ നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന ഒരു നിർദ്ദേശവും ഒരു കർശനമായ ഒരു നിർദ്ദേശവും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് ഈ തീവ്രവാദത്തെ പറ്റി തീവ്രവാദം നിങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കേണ്ടതിന് പകരം ഭീകരവാദികളെയും അതോടൊപ്പം തന്നെ ഭീകരവാദികളിലായ ചില വ്യക്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെക്കുറിച്ചൊക്കെയുള്ള ചില പുസ്തകങ്ങളാണ്, അതായത് അവരെയൊക്കെ മഹത്വൽക്കരിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളാണ് അവിടുത്തെ ലൈബ്രറിയിലെ ഒരു ബുക്കിൽ നിന്നും കണ്ടെടുത്തത്. അതിലെ ചില കണ്ടന്റുകളിലാണ് ഈ തീവ്രവാദികളെയും അതോടൊപ്പം തന്നെ ഭീകരവാദികളെയും വിഘടനവാദികളെയൊക്കെ, അതായത് ഇന്ത്യയെ മൊത്തത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ മഹത്വൽക്കരിക്കുന്ന തരത്തിലുള്ള ചില എഴുത്തുകളാണ് ആ പുസ്തകത്തിൽ നിന്നും സ്കൂളിലെ ലൈബ്രറികളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് പുസ്തകം നിരോധിക്കണമെന്നും ഉന്നതതല അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പ് നടത്തണമെന്നാണ് ഒരു ആവശ്യമാണ് BJP ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന പുസ്തകം, ആ പുസ്തകമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദത്തിലായിരിക്കുന്നത്. ആ പുസ്തകത്തിലാണ് വിഘടനവാദികളെയും രാജ്യദ്രോഹികളെയും അടക്കം മഹത്വൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ ആ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത്. പുസ്തകത്തിൽ JKLF ഭീകരനായ മഹ്ബൂർ ഭട്ടിനെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മഹ്ബൂർ ഭട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിവാദമായി മാറുന്നത്. കൂടാതെ വിഘടനവാദി നേതാക്കളായ സയ്യിദ് അലി ഷാ ഗിലാനി, മസറത്ത് അലാം, മിർഷാവാസ്, ഉമർ ഫാറൂഖ് എന്നിവരെ അനുകൂലിക്കുന്ന രീതിയിലാണ് പുസ്തകങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പുസ്തകത്തിൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ അധീന കാശ്മീർ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പുസ്തകത്തിൽ ജമ്മു കാശ്മീർ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ലോഗോ പതിച്ചിട്ടുള്ളതിനാൽ ഇത് സർക്കാർ സ്കൂൾ ലൈബ്രറികളിലേക്ക് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതായത് ഈ പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാണെന്നാണ് ഇന്ത്യ വർഷങ്ങളായി തന്നെ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തന്നെയാണ്, അത് പാകിസ്ഥാൻ തട്ടിയെടുത്ത സാധനമുണ്ട്. പക്ഷേ ആ പുസ്തകത്തിൽ പാക് അധീന കാശ്മീർ അത് പാകിസ്ഥാൻ്റെതാണ് എന്നടക്കമുള്ള ഭാരതത്തിലെ ജനങ്ങൾക്ക്, അതായത് കുട്ടികളുടെ മനസ്സിൽ തെറ്റായ ചില സന്ദർശങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചില കാര്യങ്ങൾ ഇൻജക്ട് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ അല്ലെങ്കിൽ ചില എഴുത്തുകളാണ് ആ പുസ്തകത്തിലുള്ളത്. അത് ആരൊക്കെയോ കരുതിക്കൂട്ടി, ഏതൊക്കെയോ രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ വിഘടനവാദികൾ കരുതിക്കൂട്ടി ചെയ്തുകൊണ്ട് പുസ്തകം ഇറക്കിയതാണ് എന്നതാണ് ഇപ്പോൾ BJP പറയുന്നത്. കാരണം സർവശിക്ഷാൻ എന്നാണ് ആ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ലോഗോ എന്ന് പറയുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇറക്കിയ പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ ആയിരിക്കണം ഈ സ്വാഭാവികമായി ഈ പുസ്തകം തയ്യാറാക്കുന്നത്. ഈ അധ്യാപകന്റെ ബന്ധം എന്താണ്, ഈ അധ്യാപകൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ തരത്തിൽ വിഘടനവാദികളെയും രാജ്യദ്രോഹികളെയും അടക്കം മഹത്വൽക്കരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്, തീവ്രവാദികളെ അടക്കം രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അത് അന്വേഷിക്കേണ്ടതുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തണമെന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. ഈ വിവാദത്തിൽ ഒമർ അബ്ദുള്ള സർക്കാരിനെതിരെ BJP ഇപ്പോൾ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം നമുക്കറിയാം ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. പക്ഷേ ഒമർ അബ്ദുള്ള ഈ ഭീകരവാദത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒമർ അബ്ദുള്ളയ്ക്ക് പാകിസ്ഥാനോട് വല്ലാത്തൊരു സ്നേഹമാണ്. കൂടാതെ ഒമർ അബ്ദുള്ള പല പ്രാവശ്യം ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് അങ്ങോട്ട് പോയി ചർച്ച നടത്തണം, അങ്ങോട്ട് പോയി ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷം ഒരു നയതന്ത്രമായ ഒരു ബന്ധം വരണം. പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ എപ്പോഴും ഉണ്ടാവണം, അത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സഹായമൊക്കെ ഉണ്ടാകുമെന്ന് പല പ്രാവശ്യമൊക്കെ ഒമർ അബ്ദുള്ള പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന പരാമർശങ്ങൾ നടത്തുമ്പോഴും മോദിയും അമിത്ഷായും ഒക്കെ ഒമർ അബ്ദുള്ള എന്നൊക്കെ കണ്ണ് ഉരുട്ടി പേടിപ്പിച്ചിരുത്തുമ്പോൾ, അതായത് പറ്റത്തില്ല എന്ന് ആംഗ്യ ഭാഷയിൽ പറയുമ്പോൾ പിന്നെ കുറച്ച് മാസത്തേക്ക് ഒമർ അബ്ദുള്ള പാകിസ്ഥാനെ കുറിച്ച് മിണ്ടത്തില്ല, പിന്നെ വീണ്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരും. അപ്പോൾ ഇത് ഇവരെല്ലാവരും കൂടെ, അതായത് മുഖ്യമന്ത്രിയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു നീക്കമാണോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത്.
ഇതൊരു അക്കാഡമിക് ജിഹാദി എന്നാണ് BJP ഇതിനെ ആരോപിക്കുന്നത്. ഈ പുസ്തകത്തിന് അനുമതി നൽകിയതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും പുസ്തകം അടിയന്തരമായി നിരോധിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾ ഫോറം എന്ന സംഘടനയെയും അതോടൊപ്പം തന്നെ പുസ്തകത്തിലെ ഉള്ളടക്കത്തിനെതിരെ ആശങ്ക രേഖപ്പെടുത്തിയും ഇത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിലേക്ക് നൽകുന്ന വിദ്യാഭ്യാസ സാമഗ്രികളുടെ പരിശോധനയും സുതാര്യതയും കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ ഈ വിവാദം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറ്റാനായിട്ട് ചെയ്ത പുതിയൊരു തന്ത്രമാണോ, അതായത് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനകൾ ഇതിലേക്ക് എന്തെങ്കിലും നുഴഞ്ഞു കയറി അവരെന്തെങ്കിലും കൊടുത്ത ലഘുരേഖകളാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഏതെങ്കിലും അധ്യാപകരെ അവർക്ക് പണമോ അങ്ങനെ എന്തെങ്കിലും നൽകി അവരെ ഇതിലേക്ക് എടുത്തുകൊണ്ട് അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണോ എന്നടക്കമുള്ള ഒരു പരിശോധന കർശനമായി നടത്തണമെന്നാണ് BJP ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതത്തിലേക്ക് പോകുമെന്നാണ് BJP പറയുന്നത്.